ഇതൊരു ഭയങ്കര ദുരന്തത്തിൽ അവസാനിക്കും. അതിൽ നിന്നത് മുറിച്ച് മാറ്റിയാൽ നല്ല കാര്യം. ഇവിടെ കുട്ടികളും എല്ലാവരും ഇതിലെ എപ്പോഴും പോകുന്നതാണ്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി രാത്രി ആരെങ്കിലും ഇട്ടിട്ട് പോയാൽ വണ്ടിയുടെ പുറത്ത് വീഴും. നമസ്കാരം. നാട്ടുകാർക്ക് ദുരിതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഉണങ്ങിയ മരത്തിന്റെ കഥയുമായാണ് തലസ്ഥാന വാർത്തകൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. അതായത് മാമം മൈതാനത്ത് നിൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആഞ്ഞിലി മരമാണ് ഈ കഥയിലെ നായകൻ. ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഈ മരത്തിന്റെ സ്ഥിതി. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാം. ചേട്ടാ, ഈ മരത്തിന്റെ കൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? മരത്തിൻ്റെ 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കൊമ്പ് ഒടിഞ്ഞ് നല്ല സമയത്ത് ഞാൻ മാറി 25 കിലോ ഒടിഞ്ഞ് താഴെ വീണു. അന്നേ ഞാൻ ഇവിടെ അധികൃതരെല്ലാം പറഞ്ഞു. ആരും ഒരു നടപടി എടുത്തില്ല. ഇതൊരു ഭയങ്കര ദുരന്തത്തിൽ അവസാനിക്കും. അതിൽ നിന്നത് മുറിച്ച് മാറ്റിയാൽ നല്ല കാര്യം. 11 kV ലൈൻ ഇതിലേ പോയിരിക്കുകയാണ്. ഇത് വീഴുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് പാലത്തിൻ്റെ അതുവരെ എല്ലാം പോവും. എല്ലാം കത്തിയശി. തൊട്ട് അടുത്തൊരു വികലാംഗ ബംഗുകടയുണ്ട്, അതും പോവും. അത് പോണല്ല, ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു, അവരെ ജീവനും പോവും. ഇത് കണ്ട് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റുക അത്രയും നല്ലത്. അധികൃതർ ഇത് ശ്രദ്ധയിലെടുക്കണം. ദേശീയപാതയ്ക്കരികിൽ ആറ്റിങ്ങൽ നഗരസഭയിലെ മാമം കന്നുകാലി ചന്ത മൈതാനത്താണ് വർഷങ്ങൾ പഴക്കമുള്ള ആഞ്ഞിലി മരം നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത്. എൻ്റെ പേര് ശ്രീകുമാർ ബി. ഞാൻ ഈ ഗ്രാമവാസിയാണ്. ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ഈ റോഡ് ഇങ്ങനെ ഉപയോഗിക്കുന്നതുമാണ്. എല്ലാവർക്കും ഇതൊരിതാണ്. കാര്യം ഇതൊരു 11 kV ലൈൻസ് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ മരത്തിൻ്റെ ശോചനീയാവസ്ഥ വളരെ ഇതാണ്. ഏത് സമയത്ത് നിലം പൊത്താം. ഒന്നാമതിപ്പോൾ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. കാറ്റ് കൂടിയാൽ നല്ലത് വീഴും. എങ്ങോട്ട് വീണിരുന്നാലും ഇത് നമുക്ക് പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു ജീവഹാനി സംഭവിച്ചിട്ട് അതിനകത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് തക്കതായ രീതിയിലുള്ള മൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലപ്രദമായ ഒരു ആക്ഷൻ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മരത്തിന്റെ മൂട് ദ്രവിച്ച് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഇതിന് സമീപത്തായാണ് KSEBയുടെ ട്രാൻസ്ഫോമർ, 11 kV ലൈൻ, ബങ്ക് കട, വാഹനങ്ങളുടെ ഡ്രൈവിംഗ് പരിശീലനവും ടെസ്റ്റുകളും തുടങ്ങിയവ നടക്കുന്നത്. നമ്മൾ ഇത് സംബന്ധമായിട്ട് ഒരു പരാതി കൊടുക്കുകയും അത് തഹസിൽദാർക്ക് കൊടുക്കുകയും അവിടെ നിന്ന് അപ്പോൾ തന്നെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സത്ര നടപടി എടുക്കുമെന്നാണ് നമുക്ക് വാക്കാൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വീണാൽ നമ്മളെ സ്കൂൾ കുട്ടികളൊക്കെ കുഴപ്പം വരും. പിന്നെ ആൾക്കാർക്ക് കുഴപ്പം വരും. വണ്ടി രാത്രി ആരെങ്കിലും ഇട്ടിട്ട് പോയാൽ വണ്ടിയുടെ പുറത്ത് വീഴും. ഇന്നലെ ട്രാൻസ്പോർട്ടിൻ്റെ പുറത്തുള്ള വീണുണ്ടില്ലേ, അത് എനിക്ക് സംഭവിക്കും. പെട്ടെന്ന് മുറിച്ച് മാറ്റാനുള്ളൊരു പരിപാടി ചെയ്യുക, അതേ പറ്റും. ഈ പാവപ്പെട്ടവൻ്റെ കടയിൽ കൂടെ വീണാൽ കാലവർഷം ശക്തമാകുന്നതോടെ മരം കടപുഴകി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ മരം വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കുട്ടികളും എല്ലാവരും ഇതിലെ എപ്പോഴും പോകുന്നതാണ്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നേരത്തെ തന്നെ കൗൺസിലറിന്റെ അടുത്തും പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പൊ ചേച്ചി അത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കുറച്ച് മാറ്റുന്നതാണ് ആട്ടോറിക്ഷ തൊഴിലാളിയായി എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇലക്ട്രിസിറ്റി, പിന്നെ ഇതിലെ സ്കൂൾ കുട്ടികൾ, ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായി. അതുകൊണ്ട് മേൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നഗരസഭയിലും റവന്യൂ വകുപ്പിലും പരാതികൾ നൽകി കാത്തിരിക്കുകയാണ് ജനം. എത്രയും വേഗം മരം മുറിച്ചു മാറ്റണമെന്നതാണ് ഞങ്ങളുടെയും ആവശ്യം. ക്യാമറാമാൻ ബിദിൻ വട്ടപ്പാറയ്ക്കൊപ്പം തലസ്ഥാന വാർത്തകൾക്ക് വേണ്ടി സാജിർ മാമം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.
അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.